ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്ക കറിയാണ് തയ്യാറാക്കുന്നത്. നമുക്കൊരു 10 മിനിറ്റ് മതി ഈ കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചു കറിയാണ്. അപ്പോൾ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം കൂടി വെച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ നമ്മൾ അരച്ചെടുക്കുക. ഇനി നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 10 വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതാണ്. ഇപ്പോൾ വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് മതി നമുക്കിത് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് ബ്രൗൺ നിറമൊന്നും ആവണ്ട. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കയും വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ 1 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക. ഇതിലോട്ട് ഒരു സവാളയും അതുപോലെ തന്നെ 4 പച്ചമുളകും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതിയാവും. പിന്നെ സവാള എത്ര തന്നെ മതി, ഇതിൽ കൂടുതൽ ചേർക്കണ്ട. ചെറിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് നോക്കി ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കാം. തീ നല്ലപോലെ കുറച്ചതിന് ശേഷം വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ പൊടികളും നമ്മൾ അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടി ചേർക്കാം. ഇപ്പോൾ തക്കാളി ഒരുപാടങ്ങ് വഴണ്ട് സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് പീസസ് അങ്ങനെ തന്നെ കിടന്നാൽ നല്ലതായിരിക്കും. ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. 2-3 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ അരപ്പും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം വാളംപുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞതാണ്. ആ വെള്ളം കൂടി ചേർക്കാം. പുളി കൂടി പോരുത്, പാകത്തിനുള്ള പുളി ചേർത്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് പുളി ചേർത്ത് നോക്കുക ടേസ്റ്റ്, പിന്നീട് വേണമെങ്കിൽ മാത്രം ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ പുളിയുടെ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറണം. അത്യാവശ്യം കറി നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരല്പം കരിവേപ്പില ചേർക്കാം. കൂടെ തന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെന്ത് വരണം. ഇതിപ്പോൾ ഒരു പകുതി വേവേ ആയിട്ടുള്ളൂ, കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട്. അപ്പോൾ നമുക്ക് തീ നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കറി റെഡിയാണ്. ഇനി നമുക്ക് കടുകും കൂടി തളിച്ച് ചേർക്കാം. കടുക് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് കടുക് ചേർക്കാം. പിന്നെ കുറച്ച് ചെറിയുള്ളി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മൾ നേരത്തെ കറിയിൽ സവാള വഴറ്റി ചേർത്തതാണ്, അപ്പോൾ വേണമെങ്കിൽ മാത്രം ചേർക്കാം. ഇനി കുറച്ച് കരിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർക്കാം. ഉള്ളി നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു വെണ്ടയ്ക്ക കറിയാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ പുളിയുടെ കറിയൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി കറിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്